ട്രംപ് പുടിൻ ഉച്ചകോടിക്ക് അലാസ്കയിൽ തുടക്കം. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള ലോകമുറ്റുനോക്കുന്ന നിർണായക തീരുമാനങ്ങൾക്കായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അലാസ്കൻ നഗരമായ ആൻകറേജിലെ ജോയിന്റ് ബേസ് എൽമൻഡോർഫ് റിച്ചാർഡ്സൺ സേനാതാവളത്തിലെത്തിയ ഇരുവരും ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വ്യോമത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് പുടിനും ട്രംപും ഒരുമിച്ചാണ് US പ്രസിഡന്റിന്റെ ബീസ്റ്റ് കാറിൽ യോഗസ്ഥലത്തേക്ക് എത്തിയത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു. അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ റെക്കോർഡിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1 മണിക്കൂർ 43 മിനിറ്റ് നീണ്ടുനിന്ന ദൈർഘ്യമേറിയ പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത്. കൂടാതെ ചെങ്കോട്ടയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും പ്രധാനമന്ത്രി മറികടന്നു. തുടർച്ചയായി 12 സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ചെങ്കോട്ടയിൽ നടത്തിയതിലൂടെ ഇന്ദിരാഗാന്ധിയുടെ 11 പ്രസംഗങ്ങൾ എന്ന റെക്കോർഡാണ് മോദി മറികടന്നത്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1963 വരെ തുടർച്ചയായി 17 തവണ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST നിരക്കുകൾ കുറയ്ക്കുമെന്നും പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെഗാ തൊഴിലവസര പദ്ധതിയുടെ പ്രഖ്യാപനവും മോദി നടത്തി. യുവാക്കൾക്കായുള്ള 1 ലക്ഷം കോടിയുടെ പദ്ധതിക്ക് ഇന്നലെ തുടക്കമായി. എല്ലാ ഭാഷകളും തുല്യമെന്നും എല്ലാ ഭാഷകളും വികസിക്കണമെന്നും മോദി പറഞ്ഞു. RSSന്റെ 100 വർഷത്തെ രാഷ്ട്ര സേവനം സമാനതകളില്ലാത്തതെന്നും സമർപ്പണത്തിന്റെ ഇതിഹാസമെന്നും മോദി പറഞ്ഞു. നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കുമെന്നും രാജ്യത്തെ നുഴഞ്ഞുകയറ്റുകാർക്ക് വിട്ടുകൊടുക്കില്ല എന്നും നമുക്കൊന്നിച്ചു മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്. സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും വിട്ടുനിന്നു. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളായ ഇരുവരും പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇതിനെ സങ്കുചിത മനസ്സെന്ന് അപലപിച്ച BJP പാകിസ്ഥാൻ അനുകൂലികളായ കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തോന്നുമെന്നും വിമർശിച്ചു. രാഹുൽ ഗാന്ധി ദില്ലിയിലെ ഇന്ദിരാഭവനിലും മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിലൂടെ ഇരു നേതാക്കളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. 79ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കരുതെന്നും ദാരിദ്ര്യം, പട്ടിണിമരണം, ബാലവേല, ജാതി വിവേചനം, മതവിദ്വേഷമില്ലാത്ത, തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്ന് പരാതി. രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം കൊടിമരത്തിൽ നിന്ന് പാർട്ടി പതാക നീക്കി ദേശീയ പതാക ഉയർത്തിയതിലാണ് പരാതി ഉയർന്നത്. കണ്ണൂരിലും പാലക്കാടുമായി മുസ്ലിം ലീഗ്, BJP, CPM പാർട്ടികളാണ് ഇക്കാര്യത്തിൽ ആരോപണം നേരിടുന്നത്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദം. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കർ എന്ന രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ വിമർശനം ശക്തമാകുകയാണ്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ ട്വിറ്റർ പേജിലാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സവർക്കർ എന്നിവരാണ് പോസ്റ്ററിലുള്ളത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യദിനാഘോഷം ഖലിസ്ഥാൻവാദികൾ തടസ്സപ്പെടുത്തി. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിലെ പരിപാടിയാണ് സംഘടിച്ചെത്തിയ ഖലിസ്ഥാൻ ഭീകരർ തടസ്സപ്പെടുത്തിയത്. കോൺസുലേറ്റിന് മുന്നിൽ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം സമാധാനപരമായി ആഘോഷിച്ചിരുന്ന സമയത്താണ് സംഭവം. സ്വാതന്ത്ര്യദിനോത്സവത്തിനനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ നടത്തിയ അറ്റ്-ഹോം വിരുന്നു സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വിരുന്നു സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയിൽ മന്ത്രിസഭയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി പരിപാടിയിൽ പങ്കെടുത്തു.
താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും ട്രഷററായി ഉണ്ണി ശിവപാലും തെരഞ്ഞെടുക്കപ്പെട്ടു. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ ഇതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജയിച്ചതിൽ ഒരുപാട് സന്തോഷമെന്നും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും. അമ്മ സംഘടനയിൽ നിന്നും ആരും പിണങ്ങി നിന്നിട്ടില്ല. സംഘടനയിൽ നിന്ന് പോയവർക്കെല്ലാം തിരിച്ചുവരാം. അവരെല്ലാവരും അമ്മ എന്ന കുടുംബത്തിന്റെ ഭാഗമാണ് എന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ ജനാധിപത്യം വന്നുവെന്നും അമ്മ ജനകീയമായെന്നും നടൻ ദേവൻ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന ദേവനെ തോൽപ്പിച്ച് ശ്വേതാ മേനോനാണ് അമ്മ നേതൃത്വസ്ഥാനത്തെത്തിയത്. താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും നടൻ ദേവൻ തന്നെയായിരുന്നു. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരനും കരുത്തുറ്റ സ്ത്രീകളാണെന്നും വളരെ മിടുക്കികളാണെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ രംഗത്ത് വനിതകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മ തെരഞ്ഞെടുപ്പിൽ വനിതകൾ തലപ്പത്തെത്തിയതിനെ WCC സ്വാഗതം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമ്മ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്നത്. ആകെ 504 അംഗങ്ങളുള്ളതിൽ 298 പേരാണ് വോട്ട് ചെയ്യാനെത്തിയത്. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്വേതാ മേനോനിൽ ലഭിച്ചത് 27 വോട്ടിന്റെ ബഹുമതിയാണ്. ശ്വേതാ മേനോൻ 159 വോട്ട് നേടിയപ്പോൾ ദേവന് 132 വോട്ടാണ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ 172 വോട്ട് നേടിയപ്പോൾ രവീന്ദ്രന് 115 വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞു. ആകെ 504 അംഗങ്ങളുള്ള സംഘടനയിൽ ഇത്തവണ 298 പേരാണ് വോട്ട് ചെയ്യാനെത്തിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ പോരാട്ടം തുടരുമെന്ന് സാന്ദ്ര തോമസ്. പരാജയപ്പെട്ടെങ്കിലും തനിക്ക് മികച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെന്നും ഫിലിം ചേംബർ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് താൻ മത്സരിക്കുമെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയുടേതാണെന്നാണ് കോടതി ചോദിച്ചതെന്നും ഉപജാപക സംഘമെന്ന് കോടതിക്ക് പറയാനാവില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് രൂക്ഷ വിമർശനത്തോടെയാണ് വിജിലൻസ് കോടതി തള്ളിയത്. സ്വന്തക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു അദൃശ്യ ശക്തി ഈ സർക്കാരിന്റെ മറവിലുണ്ടെന്നും ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന് MR അജിത് കുമാർ. വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു. അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്നും ചർച്ച സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്ന് മൊഴി. അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അത് യൂട്യൂബർ വയർലെസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ടാണെന്നും PV അൻവർ. ആദ്യഘട്ടത്തിൽ മാത്രമാണ് ചർച്ച നടത്തിയത്. എന്തു വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ചാലക്കുടി പുഴയുടെ തീരത്തെത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത്. കോഴിക്കോട് കൈലാണ്ടിയിൽ തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകും. മുൻവിധിയോടെ സമീപിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി പാലം നിർമ്മാണം വൈകാൻ പാടില്ല എന്നും കൂട്ടിച്ചേർത്തു.